ഒരു കാലത്ത് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തറവാട് വീട് പോലെയായിരുന്നു. ആ തറവാട്ടിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഞാനുണ്ട് മുന്നിൽ, നിങ്ങളൊന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞിരുന്ന ആ തറവാട്ടിലെ കാരണവരായിരുന്നു അമേരിക്ക. എന്നാൽ ഇപ്പോൾ ആ കാരണവർക്ക് ചെറിയൊരു മനമാറ്റം വന്നിരിക്കുകയാണ്. ഈ തറവാട്ടിൽ ഇങ്ങനെ കാരണവരായി മുറ്റത്ത് കസേരയിട്ട് ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഇതിനോടകം തന്നെ കാരണവർക്ക് മനസ്സിലായി. അങ്ങനെ നിലവിൽ കാരണവർ കാലുമാറി തുടങ്ങിയിരിക്കുന്നു എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കാരണവർ ഇപ്പോൾ പറയുന്നത്, പ്രിയപ്പെട്ട തറവാട്ടംഗങ്ങളെ, നിങ്ങളെ കാര്യമൊക്കെ നിങ്ങൾ നോക്കിക്കോണം, എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞ് കാരണവർ ഏകദേശം തറവാട്ടിൽ നിന്ന് പടിയിറങ്ങിയ രൂപമാണ് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ജിയോ പൊളിറ്റിക്സ് സെനാരിയോയില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം നമ്മൾ ഈ പറഞ്ഞ കഥ തന്നെയാണ് യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ മേധാവി കാജ കല്ലാസും പറഞ്ഞിരിക്കുന്നത്. യൂറോപ്പ് എന്നത് ഇപ്പോൾ അമേരിക്കയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമല്ലെന്നും ഇങ്ങനെ ശ്രദ്ധാകേന്ദ്രമാകാതിരുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ലെന്നും ദീർഘനാളായി അമേരിക്ക ഇത്തരമൊരു നീക്കുപോക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ജാക്ക് കല്ലാസ് പറഞ്ഞത്. എന്താണ് ഇതിനുള്ള കാരണം? അതിനും അവർ കൃത്യമായ കാരണം പറയുന്നുണ്ട്. അമേരിക്കയുടെ കണ്ണ് ഇപ്പോൾ ചൈനയിലും ഏഷ്യൻ മേഖലയിലുമാണ്. അതായത് മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ, ഇന്ത്യ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെയുള്ള മേഖലയിലാണ് അമേരിക്കയുടെ കണ്ണ് ഇപ്പോൾ സദാ വീക്ഷണം നടത്തുന്നത്. അവിടെ അമേരിക്ക കൃത്യമായിട്ടൊരു ശത്രുവിനെ കാണുന്നുണ്ട് കേട്ടോ. ആരാണ് ശത്രു? ചൈന. മാത്രമല്ല അവിടെ പല ഭീഷണികളും അമേരിക്ക ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. മാത്രമല്ല അവിടെ പല ഭീഷണികളും, ഇറാൻ ഉൾപ്പെടെയുള്ള പല ഭീഷണികളും അമേരിക്ക ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ മേധാവി ജാക്ക് കല്ലാസ് പറയുന്നത്. അപ്പോഴാണ് യൂറോപ്പിന് ആ ബോധ്യം വന്നത്. അമേരിക്ക ഏകദേശം ഉപേക്ഷിച്ച മട്ടാണ് നിലവിലുള്ളത്. അങ്ങനെ ഇരിക്കെ യൂറോപ്പിന് ആരാണ് സംരക്ഷണം നൽകുക? ഇവിടെയാണ് ജാക്ക് കല്ലാസ് ആ നിർണായകമായ തീരുമാനം പറയുന്നത്. യൂറോപ്പിന്റെ സംരക്ഷകർ ഇനി മുതൽ യൂറോപ്പ് തന്നെയാണ് എന്നായിരുന്നു ആ പ്രഖ്യാപനം. അതിന് ചില നിർദ്ദേശങ്ങൾ കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നാറ്റോ എന്ന സഖ്യം ഇനി കൂടുതലും യൂറോപ്പിന്റെ നേതൃത്വത്തിലാവണം എന്നാണ് അവർ ആദ്യം പറയുന്ന കാര്യം. അംഗരാജ്യം എന്നുള്ള നിലയ്ക്ക് അമേരിക്ക സഹായത്തിനൊക്കെ ഉണ്ടാവും. എന്നാൽ അവരെയും കാത്തിരുന്ന്, അവരുടെ തീരുമാനത്തിന് കാത്തിരുന്ന് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകില്ലെന്നും സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാനുള്ള ആർജവം യൂറോപ്യൻ യൂണിയന് ഉണ്ടാവണമെന്നുമാണ് ജാക്ക് കല്ലാസ് പറഞ്ഞത്. മാത്രമല്ല പ്രതിരോധ ചെലവിന് വേണ്ടി അമേരിക്കയെ ആശ്രയിക്കുന്ന ഏർപ്പാട് നിർത്തണമെന്നും അത് യൂറോപ്യൻ യൂണിയനിലെ ഓരോ രാജ്യവും സ്വന്തം നിലയ്ക്ക് കണ്ടെത്തി അതിനുവേണ്ടി കൂടുതൽ സമയവും പണവും ചെലവാക്കാൻ തയ്യാറാകണമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല സ്വന്തം സൈനിക ശക്തി വർദ്ധിപ്പിക്കണമെന്നും അമേരിക്കയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം തീരുമാനങ്ങൾ പറയാനുള്ള ആർജവം കാണിക്കണമെന്നും ജാക്ക് കല്ലാസ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. തുടർന്ന് അവർ പറയുന്നു, ഈ പറഞ്ഞതിനൊക്കെ അർത്ഥം അമേരിക്ക യൂറോപ്പ് ബന്ധം ഇന്നത്തോടെ അവസാനിച്ചു എന്നല്ല, പക്ഷെ കൈപിടിച്ച് പിന്നിൽ നടക്കുന്നതിന് പകരം എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് നടക്കണമെന്നും ആ ഒന്നിച്ച് നടക്കുന്ന കൂട്ടത്തിൽ അമേരിക്കയും ഒന്നിച്ച് നടക്കാൻ വേണമെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ പുതിയ നയം. കാരണവരായിക്കൊണ്ട് കുടുംബത്തെ നയിച്ചിരുന്ന ആ കാലമൊക്കെ കഴിഞ്ഞെന്നും ഇപ്പോൾ സീനിയോറിറ്റി ഇല്ലെന്നും എല്ലാവരും തുല്യരാണെന്നും നമുക്ക് ഒന്നിച്ച് നീങ്ങാമെന്നും അവർ പറഞ്ഞു. അമേരിക്കയുടെ ശ്രദ്ധ കൂടുതൽ ഏഷ്യൻ മേഖലയിലേക്ക് ആയതോടുകൂടെ തന്നെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പരീക്ഷണ കാലഘട്ടമാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് 28 രാജ്യങ്ങളുടെ ഒരു ഐക്യ സംഘടനയാണ്. ഇതിലെ ഓരോ രാജ്യങ്ങളും വിവിധ ഭാഷകളും വിവിധ സംസ്കാര പാരമ്പര്യങ്ങളുമാണ് പിന്തുടരുന്നത്. നമുക്ക് ആ 27 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയ, ബെൽജിയം, ബൾഗേറിയ, ക്രൊയേഷ്യ, സൈപ്രസ് യൂറോപ്യൻ രാജ്യമാണോ? പക്ഷേ യൂറോപ്യൻ യൂണിയനിലെ അംഗമാണ്. സൈപ്രസ് മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചെക്കിയ, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഹംഗറി, അയർലൻഡ്, ഇറ്റലി, ലാത്വിയ, ലിത്വാനിയ, ലക്സംബർഗ്, മാൾട്ട, നെതർലാൻഡ്, പോളണ്ട്, പോർച്ചുഗൽ, റൊമേനിയ, സ്ലൊവേനിയ, സ്പെയിൻ, സ്വീഡൻ. ഇങ്ങനെ 27 രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് നിലവിലുള്ളത്. ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ EU ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക വളർച്ച, പരിസ്ഥിതി സംരക്ഷണം, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവയിലെല്ലാം തന്നെ EU രാജ്യങ്ങൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. സാംസ്കാരിക വൈവിധ്യം, ഭാഷാ വ്യത്യാസങ്ങൾ ഇതൊക്കെ EU രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിലും ഐക്യം, സഹകരണം, ധൈര്യം ഈ 3 ഘടകങ്ങൾ ഇവരെ ഒന്നിച്ചു നിൽക്കാൻ കൂടുതൽ പ്രാപ്തരാക്കുന്നു എന്നാണ് ഒരു യാഥാർത്ഥ്യം. ഇതിനോടകം തന്നെ ഈ 27 രാജ്യങ്ങൾ ഉൾപ്പെടെ
ഈ ഒരു മേഖല, അതായത് യൂറോപ്യൻ യൂണിയൻ എന്ന ഈ ഒരു മേഖല ലോകത്തെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ എല്ലാ മേഖലയിലും ഒരു നിർണായക ശക്തിയായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ യൂറോപ്പ് സ്വന്തം ഭാവിയെ പടുത്തുയർത്താൻ സജ്ജമാവുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ സ്വന്തം ശക്തിയും പ്രതിരോധവും അത്യാവശ്യമാണ്. അങ്ങനെ എല്ലാ രീതിയിലും അന്താരാഷ്ട്ര രംഗത്ത് അവരുടെ നിലയുറപ്പിക്കാനും അവരുടെ കയ്യൊപ്പ് ചാർത്താനും യൂറോപ്യൻ യൂണിയൻ പുതിയ തുടക്കത്തിനെ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് വേണം ജാക്ക് കല്ലാസിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയിൽ ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.